ഞാൻ കഴിഞ്ഞ ദിവസം ബ്രോഡ്വേയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കേട്ടോ. ഇത്രയും സ്റ്റിക്കേഴ്സ് ഒറ്റ സെറ്റിന് 90 രൂപയ്ക്ക് എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ആഗ്രഹിച്ച് വാങ്ങിച്ച സാധനം ഇതായിരുന്നില്ല. ആ ഒരു സാധനം അവിടെ ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന സാധനം കിട്ടിയില്ലെങ്കിൽ വേറെ എത്ര കിട്ടിയാലും നമുക്ക് സന്തോഷം ഉണ്ടാവില്ലല്ലോ. ഞാൻ വാങ്ങിക്കാൻ ആഗ്രഹിച്ചത് ക്യൂട്ട് ഗേൾസിന്റെ സ്റ്റിക്കർ ആയിരുന്നു. ആ ഒരു സെറ്റിൽ ഒരെണ്ണം പോലും അത് ഉണ്ടായിരുന്നില്ല. എങ്കിൽ പിന്നെ ആഗ്രഹം സ്വയം അങ്ങ് സാക്ഷാത്കരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും പേസ്റ്റൽ ഷെയ്ഡ് സ്കെച്ചസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ, ഇനിയിപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ തന്നെ അങ്ങ് വരച്ച് പെയിന്റ് ചെയ്ത് സ്റ്റിക്കർ അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമ്മുടെ ചാനലിൽ പണ്ട് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു സ്റ്റിക്കർ മേക്കിംഗ് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അന്ന് അതത്ര സാറ്റിസ്ഫാക്ഷൻ എനിക്ക് കിട്ടിയില്ല. കാരണം അറിയാലോ, അന്ന് നമ്മുടെ കയ്യിൽ മിനിമം വേണ്ട സ്കെച്ചസ് പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഉണ്ടായിരുന്നത് വെച്ച് തട്ടിക്കൂട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇന്നെന്തായാലും ആ അവസ്ഥയില്ല. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെന്നേ. പിന്നെ ബ്രോഡ്വേ പോയിട്ട് പർച്ചേസിങ്ങിന്റെ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, എന്തെങ്കിലും പർച്ചേസ് ചെയ്താലല്ലേ ഇടേണ്ടതുള്ളൂ. ഞാൻ അധികമായിട്ടൊന്നും വാങ്ങിച്ചില്ല. ആകെ ഒരു കത്രികയും പിന്നെ ഈ ഒരു സ്റ്റിക്കർ സെറ്റ് മാത്രമേ വാങ്ങിച്ചുള്ളൂ. കാരണം വേറെ ഒന്നും അല്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല എന്ന് തന്നെ വേണം പറയാൻ. ഞാനാകെ 3 ക്രാഫ്റ്റിന്റെ ഷോപ്പിലാണ് കയറിയത്. പക്ഷേ 3 കയറിയിട്ടും അവർക്ക് നമ്മളെ വലിയ മൈൻഡൊന്നുമില്ല. അവരൊക്കെ ഹോൾസെയിലുകാരെ ട്രീറ്റ് ചെയ്യുന്ന ധൃതിയിലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ സാധനത്തിന്റെ പ്രൈസ് അതിന്റെ പാക്കറ്റിൽ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അവരോട് ചോദിച്ചാൽ അവർക്കൊട്ടും മൈൻഡും ഇല്ല. പിന്നെ നമ്മൾ എന്തിനോടെ നിൽക്കണം? ഒട്ടും കസ്റ്റമർ ഫ്രണ്ട്ലി അല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു എനിക്ക് ബ്രോഡ്വേയിൽ മിക്ക ഷോപ്പുകളിലും കിട്ടിയത്, ആർട്ടിന്റെ ഷോപ്പുകളിൽ കേട്ടോ. പിന്നെ അവർക്ക് കൂടുതൽ ലാഭം കിട്ടുന്ന കസ്റ്റമേഴ്സിനെ അവർ ഡീൽ ചെയ്താൽ മതിയല്ലോ. നമ്മുടെ ഈ 100ന്റെയും 200ന്റെയും കണക്കൊന്നും അവർക്ക് വേണ്ട. അതുകൊണ്ടാവാം. എന്തായാലും നിങ്ങൾ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിലോ ഇനി പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്ന് പറയണം കേട്ടോ. ബൈ ദ വേ, നമ്മുടെ സ്റ്റിക്കർ ഉണ്ടാക്കാൻ മിനിമം വേണ്ട ഒരു പ്രധാനപ്പെട്ട സാധനമാണ് ഈ സെല്ലോ ടേപ്പും പിന്നെ ഇതേപോലെ ഒരു ഓയിൽ ഷീറ്റും. ഓയിൽ ഷീറ്റിൽ ആദ്യം നമ്മൾ ഇതേപോലെ സെല്ലോ ടേപ്പ് പൊട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത ഈ ഒരു സ്റ്റിക്കേഴ്സിന്റെ ഫോട്ടോസ് അതേപോലെ വെച്ച് അതിന്റെ മുകളിൽ സെല്ലോ ടേപ്പ് പൊട്ടിച്ചെടുക്കുക. ഇനി ഇത് കറക്റ്റ് ഷേപ്പിൽ ഇച്ചിരി പേപ്പർ വിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിക്കേഴ്സ് റെഡിയായി. നമ്മുടെ ഈ സുന്ദരി കുട്ടികളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് മറക്കണ്ട കേട്ടോ. ഇനി ഇതിന്റെ റിസൾട്ടിന്റെ ടൈമാണ്. നമുക്കിതൊന്ന് ഒട്ടിച്ചു നോക്കണ്ടേ? എന്തായാലും കുറച്ച് പാട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഞാൻ തുറന്നെടുത്തു. ഇനി നമുക്ക് ഇത് എവിടെ ഒട്ടിക്കുമെന്ന് ആലോചിച്ച് നമ്മുടെ ഓർഗനൈസർ ഉണ്ടല്ലോ, അതിങ്ങനെ വിശാലമായിട്ട് കിടക്കല്ലേ, അതിലേക്ക് അങ്ങ് ഒട്ടിച്ചു കൊടുത്തു. വർക്കിംഗ് ആണ് കേട്ടോ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്തത് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി അങ്ങ് ആത്മസംതൃപ്തി നേടി. ബായ്.